സെക്കൻഡ് ടീമിന്റെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഏർലി എംപയർ. The growth of Magadha culminated in the emergence of Mauryan Empire. മൗര്യ സാമ്രാജ്യത്തിന്റെ എമർജൻസോടുകൂടി മഗധ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ എത്തുകയുണ്ടായി. ചന്ദ്രഗുപ്ത മൗര്യ, who founded the empire 321 BC, extended control as far northwest as Afghanistan and Balochistan. അഫ്ഗാനിസ്ഥാനിലേക്കും ബലൂചിസ്ഥാനിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ ആർക്ക് സാധിച്ചു? ചന്ദ്രഗുപ്ത മൗര്യന് സാധിച്ചു. ആൻഡ് ഹിസ് ഗ്രാൻഡ് സൺ അശോക, ആർഗ്യുബിളി the most famous ruler of early India, conquered കലിംഗ. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള അശോകനും എന്താണ് ഏർലി ഇന്ത്യയുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള റൂളറുമായിരുന്നു. അദ്ദേഹമാണ് കലിംഗ കീഴടക്കിയ വ്യക്തി. കലിംഗ എന്ന് പറയുന്നത് പ്രസന്റ് ഡേ കോസ്റ്റൽ ഏരിയ ആണ്, ഒറീസയുടെ കോസ്റ്റൽ ഏരിയ ആണ് കലിംഗ എന്ന് പറയുന്നത്. ഇനി മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഏതെല്ലാം സോഴ്സസിലൂടെയാണ് നമുക്ക് ആ സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായെന്ന് നമുക്ക് നോക്കാം. Historians have used a variety of sources to reconstruct the history of Mauryan Empire. മൗര്യ സാമ്രാജ്യത്തിന്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചരിത്രകാരന്മാർ വിവിധങ്ങളായിട്ടുള്ള സോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. An important source of information about the Mauryan period was contemporary works. എന്താണ്? സമകാലികമായിട്ടുള്ള കൃതികളാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. സച്ച് ആസ് ഏതെല്ലാമാണ്? ദ അക്കൗണ്ട്സ് ഓഫ് മെഗസ്തനീസ്, മെഗസ്തനീസിന്റെ അക്കൗണ്ടുകൾ. മെഗസ്തനീസ് ആരാ? മെഗസ്തനീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് അംബാസഡർ ആണ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലെ ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മെഗസ്തനീസ് എന്ന് പറയുന്നത്. ഹിസ് ഇൻഡിക്ക ഗിവ്സ് detailed information about Mauryan administration and society. മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും മൗര്യൻ സൊസൈറ്റിയെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ വിപുലമായ ഒരു ഇൻഫർമേഷൻ വിവരം നമുക്ക് ലഭ്യമാവുന്നുണ്ട്. Another important source of Mauryan history is Kaudilya's അർത്ഥശാസ്ത്ര. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമകാലിക കൃതി എന്ന് പറയുന്നത് ഏതാണ്? കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് ഏതിൽ പ്രതിപാദിക്കുന്നത്? അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലോ മൗര്യൻ അഡ്മിനിസ്ട്രേഷനോടൊപ്പം മൗര്യൻ സൊസൈറ്റിയെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ്, ജൈന ആൻഡ് പുരാണിക് ലിറ്ററേച്ചർ. മറ്റൊരു സോഴ്സ് ഏതാണ്? ബുദ്ധ, ജൈന, പുരാണ സാഹിത്യങ്ങള്. ഇതും മൗര്യൻ ഹിസ്റ്ററിയെ കുറിച്ച് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചുള്ള നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭ്യമാവുന്ന ഗ്രന്ഥങ്ങളാണ് ബുദ്ധ, ജൈന, പുരാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മുദ്ര രാക്ഷസ. മുദ്ര രാക്ഷസ. മുദ്ര രാക്ഷസ ആരാണ് എഴുതിയത്? റിട്ടൺ ബൈ വിശാഖദത്ത. മുദ്ര രാക്ഷസ എഴുതിയത് ആരാണ്? വിശാഖദത്ത. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഗിവ്സ് ആൻ അക്കൗണ്ട് ഓഫ് ഹൗ ചന്ദ്രഗുപ്ത മൗര്യ ഓവർത്രൂ ദ നന്ദാസ്. നന്ദന്മാരെ ചന്ദ്രഗുപ്ത മൗര്യൻ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് എന്നാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. മുദ്ര രാക്ഷസനകത്ത് വിശാഖദത്തൻ സൂചിപ്പിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻസ് വെയർ റിട്ടൺ ഇൻ പ്രാകൃത് ലാംഗ്വേജ്. മിക്ക ഇൻസ്ക്രിപ്ഷൻസും ഏത് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത്? പ്രാകൃത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. ബട്ട് ദി ഇൻസ്ക്രിപ്ഷൻസ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഓഫ് ദ സബ്കോണ്ടിനെന്റ് വെയർ ഇൻ അരാമിക് ആൻഡ് ഗ്രീക്ക് സ്ക്രിപ്റ്റ്. അരാമിക്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഏതാണ്? അരാമിക്കിലും ഗ്രീക്കിലും ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. മോസ്റ്റ് പ്രാകൃത് ഇൻസ്ക്രിപ്ഷൻസ് റിട്ടൺ ഇൻ ബ്രാഹ്മി സ്ക്രിപ്റ്റ്. പ്രാകൃത് ഇൻസ്ക്രിപ്ഷൻസ് ആണെങ്കിലും അതിൽ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഏതാണ്? ബ്രാഹ്മിയാണ്. However, some in the northwest were written in
ഖരോഷ്ടി എന്നാൽ ചില ഭാഗങ്ങള് നോർത്ത് വെസ്റ്റിലെ ചില ഭാഗങ്ങളിൽ എന്താണ് ഖരോഷ്ടി സ്ക്രിപ്റ്റ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഖരോഷ്ടി കേട്ടോ, ഖരോഷ്ടി സ്ക്രിപ്റ്റ് അവര് ചില ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദ അരാമിക് ആൻഡ് ഗ്രീക്ക്, അരാമിക്കും ഗ്രീക്ക് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ. അശോക വാസ് ദ ഫസ്റ്റ് റൂളർ who inscribed his message to his subjects and officials on stone rocks, pillars and curves. അശോകൻ തന്റെ പ്രജകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമുള്ള മെസ്സേജസുകൾ റോക്സിലും അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റോൺ റോക്സില് ശിലകളിലും തൂണുകളിലും അതോടൊപ്പം തന്നെ ഗുഹകളിലും ഒക്കെ കൊത്തിവെച്ചിട്ടുള്ള ആദ്യത്തെ ഒരു റൂളറാണ് അശോകൻ എന്ന് പറയുന്നത്. He used the inscriptions to propagate his principles of Dhamma. അദ്ദേഹത്തിന്റെ ധമ്മ എന്ന് പറയുന്ന എന്താണ് നിർദ്ദേശങ്ങൾ അല്ലെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രീതി അദ്ദേഹം പിന്തുടർന്നത്. ഇനി എന്താണ് ധമ്മ എന്ന് നമുക്ക് നോക്കാം. This included ധമ്മ. This included ഫസ്റ്റ് പോയിന്റ് എന്താണ്? റെസ്പെക്ട് ടുവേർഡ്സ് എൽഡേഴ്സ്. മുതിർന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ധമ്മ പോളിസിയുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? റെസ്പെക്ട് ടുവേർഡ്സ് എൽഡേഴ്സ്. എൽഡേഴ്സിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് ജനറോസിറ്റി ടുവേർഡ്സ് ബ്രാഹ്മണാസ്. ബ്രാഹ്മണന്മാരോട് നമ്മൾ എങ്ങനെയായിരിക്കണം? ഉദാരത കാണിക്കണം. ജനറോസിറ്റിയോടുകൂടി ആയിരിക്കണം പെരുമാറേണ്ടത്. ദെൻ തേർഡ് പോയിന്റ് ട്രീറ്റിംഗ് സ്ലേവ്സ് ആൻഡ് സെർവൻസ് കൈൻഡ്ലി. അതായത് സ്ലേവ്സ് അടിമകളോടും അതുപോലെ തന്നെ പരിചാരകർ അല്ലെ സെർവൻസിനോടും ഒക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം? വളരെ ദയാപൂർവം കൈൻഡായിട്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? റെസ്പെക്ട് ഫോർ റിലീജിയൻ ആൻഡ് ട്രഡീഷൻ ഫോർ അതേഴ്സ്. അപ്പൊ നമ്മൾ നമ്മുടെ റിലീജിയനെയും നമ്മുടെ ട്രഡീഷനെയും അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ട്രഡീഷനെയും അതോടൊപ്പം തന്നെ അവരുടെ റിലീജിയനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഗ്രി ചെയ്യണം എന്നുള്ളതാണ് അശോകന്റെ ധമ്മയിൽ വരുന്നത്. അപ്പം ഇതിനകത്ത് ധമ്മ പോളിസിക്കകത്ത് അശോകന്റെ ധമ്മ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന പോയിന്റ്സുകൾ ഏതാണ്? റെസ്പെക്ട് ടുവേർഡ്സ് എൽഡേഴ്സ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ജനറോസിറ്റി ടുവേർഡ്സ് ബ്രാഹ്മണാസ്. തേർഡ് പോയിന്റ് ട്രീറ്റിംഗ് സ്ലേവ്സ് ആൻഡ് സെർവൻസ് കൈൻഡ്ലി. ലാസ്റ്റ് പോയിന്റ് റെസ്പെക്ട് ഫോർ റിലീജിയൻസ് ആൻഡ് ട്രഡീഷൻസ് ഫോർ അതേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ധമ്മയ്ക്കകത്ത് വരുന്ന അശോകന്റെ ധമ്മ എന്ന് പറയുന്ന പോളിസിക്കകത്ത് അല്ലെ ധമ്മ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് മൗര്യന്മാരുടെ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കാം. മൗര്യൻസ് അഡ്മിനിസ്ട്രേഷൻ. There were 5 major political centers in the empire. 5 പൊളിറ്റിക്കൽ ആയിട്ടുള്ള സെന്ററുകൾ, മേജർ ആയിട്ടുള്ള 5 പൊളിറ്റിക്കൽ സെന്റേഴ്സ് ആണ് സാമ്രാജ്യത്തിന് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിട്ടുള്ള പാടലിപുത്ര. ദെൻ പ്രൊവിൻഷ്യൽ സെന്റേഴ്സ് ലൈക്ക് തക്ഷല, ഉജ്ജയിനി, തോശാലി ആൻഡ് സുവർണഗിരി. അതായത് മൗര്യ സാമ്രാജ്യം മഗധ എന്ന് പറയുന്ന പ്രദേശം മൗര്യന്മാര് വന്ന് കീഴടക്കിയതിനു ശേഷം അതിന്റെ ക്യാപിറ്റലും അവർ മാറ്റിയൊന്നുമില്ല. എന്താണ് പാടലിപുത്രം തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ പ്രൊവിൻഷ്യൽ സെന്റേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? തക്ഷശില. അതായത് നമ്മുടെ മഗധയുടെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് തക്ഷശിലയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഉജ്ജയിനി എന്ന് പറയുന്ന വെസ്റ്റ് ഭാഗത്തായിട്ടും തോശാലി നോർത്ത് ഭാഗത്തായിട്ടും സുവർണഗിരി സൗത്ത് ഭാഗത്തായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ തക്ഷശിലയും ഉജ്ജയിനി എന്ന് പറയുന്നത് അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് റൂട്ടിലായിട്ടാണ് ഏത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? തക്ഷശിലയും ഉജ്ജയിനിയും സ്ഥിതി ചെയ്യുന്നത്. ഇനി സുവർണഗിരിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുവർണഗിരി എന്ന് പറയുന്നത് എന്താണ്? ആ സുവർണഗിരി എന്ന് പറയുന്നത് ലിറ്ററലി മീൻസ് ഗോൾഡൻ മൗണ്ട് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഗോൾഡൻ മൗണ്ട്. എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയത്? ബിക്കോസ് സുവർണഗിരി വാസ് ആൻ ഇമ്പോർട്ടന്റ് ഫോർ ടാപ്പിംഗ് ദ ഗോൾഡ് മൈൻസ് ഓഫ് കർണാടക. കർണാടകത്തിലെ ഗോൾഡ് മൈൻസ് ടാപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ സുവർണഗിരിക്ക് വളരെയേറെ പ്രാധാന്യം ഉണ്ട്. Military system. The army was an important means of ensuring the stability of the empire and protecting the people.
അതായത് ഒരു സാമ്രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിക്കും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകുന്നതിലും ആർമി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് വഹിക്കുന്നത്. മെഗസ്തനീസ് മെൻഷൻഡ് എ കമ്മിറ്റി വിത്ത് 6 സബ് കമ്മിറ്റീസ് ഫോർ കോർഡിനേറ്റിംഗ് മിലിറ്ററി ആക്ടിവിറ്റി. മിലിറ്ററി ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 ഉപസമിതികളുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നുവെന്ന് മെഗസ്തനീസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതെല്ലാമാണ് നമുക്കത് നോക്കാം. ഒന്നാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് ലുക്ക് ആഫ്റ്റർ ദ നേവി. നേവിയെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഉപസമിതിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉപസമിതിയുടെ ഡ്യൂട്ടി എന്താണ്? മാനേജ്ഡ് ട്രാൻസ്പോർട്ട്സ് ആൻഡ് പ്രൊവിഷൻസ്, അതായത് ഗതാഗതവും അതോടൊപ്പം തന്നെ ഭക്ഷണ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കമ്മിറ്റിയുടെ ഡ്യൂട്ടി. മൂന്നാമത്തെ കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കിയാൽ തേർഡ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഫുഡ് സോൾജിയേഴ്സ്, കാലാൾപ്പടയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഫോർത്ത് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്താണ്? ഹോഴ്സസിന്റെ പരിചരണമാണ്. ദെൻ അടുത്ത എന്താണ്? ഫിഫ്ത്ത് ചാരിയറ്റ്സ്, തേരുകളുടെ ചുമതല. ആറാമത്തെ ഏതാണ്? എലിഫന്റ്സിന്റെ ചുമതല. ഇത്രയുമാണ് 6 ഉപസമിതികളുടെ ഡ്യൂട്ടികളാണ് ഈ തന്നിരിക്കുന്നത്. ഇപ്പൊ മെഗസ്തനീസ് എന്താണ് 6 ഉപസമിതികളുള്ള ഒരു കമ്മിറ്റിയെ കുറിച്ച് മിലിറ്ററി ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് 6 ഉപസമിതികളുള്ള ഒരു കമ്മിറ്റിയെ സൂചിപ്പിക്കുന്നുണ്ട് മെഗസ്തനീസ്. അപ്പൊ അത് ഏതെല്ലാമാണെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കമ്മിറ്റി എന്താണ്? ലുക്ക് ആഫ്റ്റർ ദ നേവി. സെക്കൻഡ് മാനേജ്ഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊവിഷൻസ്. തേർഡ് റെസ്പോൺസിബിൾ ഫോർ ഫുഡ് സോൾജിയേഴ്സ്. ഫോർത്ത് ഫോർ ഹോഴ്സസ്. ഫിഫ്ത്ത് ഫോർ ചാരിയറ്റ്സ് ആൻഡ് സിക്സ്ത് ഫോർ എലിഫന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 6 ഉപസമിതിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് സെക്കൻഡ് കമ്മിറ്റി, അതായത് മാനേജ്ഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞില്ലേ, ഇവർക്കാണ് ഡ്യൂട്ടി കൂടുതലുള്ളത്. കാരണം എന്തായിരിക്കും? അറേഞ്ചിങ് ബുള്ളോ കാർഡ്സ് എക്യുപ്മെന്റ്സ് അല്ലെ, ബുള്ളോ കാർഡ്സിനെയൊക്കെ കാളവണ്ടികളെയൊക്കെ എന്ത് ചെയ്യുക, എക്യുപ്പ് ചെയ്യുക, നല്ല അറേഞ്ച് ചെയ്യുക. അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ സോൾജേഴ്സിനായാലോ അല്ലെങ്കിൽ ആനിമൽസിനായാലോ എന്താണ് അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൊണ്ടെത്തിക്കണം, കറക്റ്റ് സമയത്ത് കൊണ്ടെത്തിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡ്യൂട്ടി കൂടുതലാണ്, സെക്കൻഡ് കമ്മിറ്റിക്ക് ഡ്യൂട്ടി കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇത് കൂടാതെ എന്താണ് സെർവൻസിനെയും അതുകൊണ്ട് തന്നെ ആർട്ടിസൻസിനെയും ഒക്കെ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യുന്ന ജോലിയും ആർക്കുള്ളതാണ്? സെക്കൻഡ് കമ്മിറ്റിക്ക് ഉള്ളതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? സെർവൻസിനെയൊക്കെ എന്തിനാ? സെർവൻസിനെ ആർട്ടിസൻസിനെ ടു ലുക്ക് ആഫ്റ്റർ ദ സോൾജേഴ്സിന് വേണ്ടിയിട്ടാണ്. സോൾജേഴ്സിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ടാണ് ആരെയൊക്കെ റിക്രൂട്ട് ചെയ്തെടുക്കേണ്ടത്? സെർവൻസിനെയും ആർട്ടിസൻസിനെയൊക്കെ റിക്രൂട്ട് ചെയ്ത് എടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ റൂട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിവറൻ റൂട്ട്സിലും അതോടൊപ്പം തന്നെ ലാൻഡ് റൂട്ട്സും ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ഞാൻ അടുത്ത മൗര്യൻസിന്റെ ഇമ്പോർട്ടൻസിലേക്ക് നമുക്ക് കടക്കാം. മൗര്യൻസ് ഇമ്പോർട്ടൻസ്. ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി വാസ് സ്റ്റാർട്ടഡ് ബൈ ദ സ്കോളേഴ്സ് ഇൻ ദ 19th century. 19ാം നൂറ്റാണ്ടിലാണ് സ്കോളേഴ്സ് എന്ത് ചെയ്തത്? ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇന്ത്യ വാസ് ദെൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് റൂൾ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ ആരുടെ കൈകളിലായിരുന്നു? ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന്റെ അണ്ടറിലായിരുന്നു. They regarded the emergence of Mauryan Empire as an important landmark in the history of India. ഇന്ത്യ ചരിത്രത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു നാഴികക്കല്ലായിരുന്നു ഏതിന്റെ ഉദയം? മൗര്യ സാമ്രാജ്യത്തിന്റെ ഉദയം എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. The historians of 19th and early 20th century were all rumored to know the existence of the empire in early India. Early ഇന്ത്യയിലെ ഒരു സാമ്രാജ്യം നിലനിന്നിരുന്നു എന്ന വസ്തുത 1920 ആദ്യകാല ചരിത്രകാരന്മാരെ എന്താണ് വളരെയേറെ എക്സൈറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു. The inscriptions and stone sculptures associated with the Mauryas were considered as examples of spectacular art, typical of early empires. മൗര്യന്മാരുടെ കാലത്തെ ഇൻസ്ക്രിപ്ഷൻസും സ്റ്റോൺ സ്കൾപ്ചേഴ്സും ആദ്യകാല സാമ്രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു സ്പെക്ടാക്കുലർ ആർട്ടിന്റെ, അതായത് ഉജ്ജ്വല കലയുടെ ഉദാഹരണങ്ങളായിട്ട് അവർ കണക്കാക്കി. Many of these, the historians found that the messages on Ashokan inscriptions was quite different from those of other rulers. മറ്റുള്ള റൂളേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അശോകിന്റെ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്ന് ഹിസ്റ്റോറിയൻസിന് തിരിച്ചറിയാൻ സാധിച്ചു. It suggests that Ashoka was more powerful, industrious and humbler than later rulers who adopted grand titles. മറ്റുള്ള
റൂളേഴ്സുമായിട്ട് അദ്ദേഹത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം മോർ പവർഫുൾ ആണ്, ശക്തനാണ്, അതോടൊപ്പം തന്നെ ഹംബ്ലർ ആണ്, ഇൻഡസ്ട്രിയസ് ആണ്, അല്ലെ? No wonder the nationalist leaders in the 20th century regarded him as an inspiring figure. 20ാം നൂറ്റാണ്ടിലെ ദേശീയ നേതാക്കന്മാർ അദ്ദേഹത്തെ ഒരു ഇൻസ്പയറിംഗ് ഫിഗറായി കണ്ടതിൽ നമുക്ക് അതിശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. Some historians do not agree to the view that Mauryan period was an important period of the Indian history. ഇന്ത്യ ചരിത്രത്തിൽ മൗര്യ കാലഘട്ടം ഒരു സുപ്രധാന കാലഘട്ടമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ചരിത്രകാരന്മാര് ഉണ്ടായിരുന്നു. According to them, Maurya Empire was a short period. അവരുടെ അഭിപ്രായത്തിൽ മൗര്യ കാലഘട്ടം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഷോർട്ടായിട്ടുള്ള കാലഘട്ടം ആയിരുന്നു. It lasted only for about 150 years. 150 വർഷം മാത്രം നിലനിന്നിരുന്ന ഒന്നായിരുന്നു. It cannot be regarded as a long period in the vast span of the ഹിസ്റ്ററി ഓഫ് ദ സബ് കോണ്ടിനെന്റ്. നമ്മുടെ സബ് കോണ്ടിനെന്റിന്റെ വിശാലമായ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതെന്ന് പറയുന്ന ഈ 150 വർഷം എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡ് എന്ന് പറയാൻ ഒരിക്കലും സാധ്യമാകില്ല. ബിസൈഡ്സ് ദ എംപയർ ഡിഡ് നോട്ട് കവർ ദ എൻറ്റയർ സബ് കോണ്ടിനെന്റ്. എൻറ്റയർ സബ് കോണ്ടിനെന്റ് കവർ ചെയ്യാനും മൗര്യ സാമ്രാജ്യത്തിന് സാധിച്ചിട്ടില്ല. ദർ വാസ് നോ യൂണിഫോം കൺട്രോൾ ഈവൻ വിത്തിൻ ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് ദ എംപയർ. അതായത് ഒരു ഫ്രോണ്ടിയേഴ്സ് ഓഫ് ദ എംപയർ, സാമ്രാജ്യത്തിനകത്ത് തന്നെ ഒരു യൂണിഫോം കൺട്രോളും ഉണ്ടായിരുന്നില്ല. കോൺസിക്വന്റ്ലി many new chiefdoms and kingdoms emerged in several parts of the subcontinent by the 2nd century BC. 2nd century BC ആയപ്പോഴത്തേക്ക് പുതിയ ചെറിയ ചെറിയ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മൂപ്പൻ വാഴ്ചകളും ഒക്കെ അവിടെ എമർജ് ചെയ്തു വരികയും ചെയ്തു.